ക്രൈസ്തവ ഭൂരിപക്ഷമായിരുന്ന പല പശ്ചിമേഷ്യൻ രാജ്യങ്ങളും പല യൂറോപ്യൻ രാജ്യങ്ങളും വിനാശകരമായ പടുകുഴിയിൽ വീണുപോയത് ഇടതുപക്ഷ സ്വാധീനവും ഇസ്ലാമിക സ്വാധീനവും കൊണ്ടാണ്. അതുപോലെ അതേ പടുകുഴിയിൽ വീഴാൻ കേരളവും മെല്ലെ മെല്ലെ വഴുതി വീഴുന്നത് ഒഴിവാക്കണം. അതിന് NDAയ്ക്ക് ഒപ്പം നിൽക്കണം. വിശ്വസിക്കാൻ കൊള്ളാവുന്ന മുന്നണിയും നേതൃത്വവും NDAയുടേതാണ്. NDAയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച കാസ, ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ. കേരളത്തിൽ ക്രൈസ്തവ സഭയും വിശ്വാസികളും NDAയ്ക്ക് ഒപ്പം നിൽക്കണമെന്നാണ് കാസ പറയുന്നത്. മറ്റു രണ്ട് മുന്നണികളും ഇസ്ലാമിക തീവ്രവാദ പ്രീണനം നടത്തുകയാണ്. കാസ നേതൃത്വം വ്യക്തമാക്കുന്നു. സഭാ നേതൃത്വവും ബിഷപ്പുമാരും ഇത് തിരിച്ചറിയണം. വിശ്വസിക്കാൻ കൊള്ളാവുന്ന മുന്നണിയും നേതൃത്വവും NDAയുടേതാണ്. കോൺഗ്രസിനെ നയിക്കുന്നത് ലീഗാണ് എന്നും NDA കുറിക്കുന്നു. കേരളത്തിന്റെ ഭരണം കൈയാളിയ മുന്നണികൾ സ്വീകരിക്കുന്ന മതപ്രീണന നയം ക്രൈസ്തവർക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ സമുദായ അംഗങ്ങൾക്കും ദോഷമാണെന്ന് കാസ ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം വർഗീയതയെ അനുകൂലിക്കുന്നതാണ്. AK ആന്റണി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുപോയത് ലീഗിന് കോൺഗ്രസ് കീഴടങ്ങിയതുകൊണ്ടാണ്. മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ഭരണത്തിൽ 5ാം മന്ത്രിസ്ഥാനം വിലപേശി വാങ്ങി. ഇപ്പോൾ കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നവർ ലീഗിന്റെ ആത്മീയ നേതാവിന്റെ കാലു പിടിക്കേണ്ട ഗതികേടിൽ എത്തിയിരിക്കുന്നു. ഹമാസ് തീവ്രവാദികളെ പിന്തുണയ്ക്കൽ, ഒരു രാജ്യത്തെ തകർക്കാൻ തീവ്രവാദ ഗ്രൂപ്പുകളെ സഹായിക്കുന്ന ഇറാനെ സപ്പോർട്ട് ചെയ്യൽ, പലസ്തീൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി കരയുകയും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി മൗനം ഭജിക്കുകയും ചെയ്യൽ, പാകിസ്ഥാന്റെ തീവ്രവാദ പ്രവൃത്തികളെ പൊതുജനം ചർച്ച ചെയ്യാതെ ഇരിക്കുന്നതിന് അഭിപ്രായം പറയാതെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തികളെ സംരക്ഷിക്കൽ, റോഹിംഗ്യൻ തീവ്രവാദികൾക്ക് സംരക്ഷണം നൽകേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്വമാണ് എന്ന് വാദിക്കൽ, ജിഹാദികൾ തയ്യാറാക്കിയ 1995 വഖഫ് ബിൽ കോൺഗ്രസിന്റെ MPമാരെ കൊണ്ട് പാസാക്കിയത്, സച്ചാർ കമ്മീഷൻ, ഇന്ത്യ വിരുദ്ധ കാശ്മീർ നയം, CAA എതിർക്കൽ, NRC വിരുദ്ധ നിലപാട്, ഇതെല്ലാം മതവർഗീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗുമായുള്ള സമ്പർക്കം മൂലം കോൺഗ്രസിൽ വന്ന മാറ്റങ്ങളാണെന്ന് കാസ വിശദീകരിക്കുന്നു. ക്രിസ്ത്യൻ വോട്ടർമാരെ ഭയപ്പെടുത്തി ഇസ്ലാമിക ഭരണത്തിന് കൂടെ നിർത്താൻ ഇവർ മണിപ്പൂർ, ഛത്തീസ്ഗഡ് വിഷയങ്ങളിൽ മതം പറഞ്ഞു കരഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിന്റെ മതവർഗീയ പാർട്ടികളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും ഭരണമെന്നും കാസയുടെ മുന്നറിയിപ്പ്. LDF ഇസ്ലാമിക തീവ്രവാദം വളർത്തുന്നു. ഇസ്ലാം മതത്തിന്റെ സംഘടിത വോട്ടിംഗിൽ നിന്നും അടർന്നു വരുന്ന തീവ്ര ഇസ്ലാം മത ആശയക്കാരെ കൂടെ കൂട്ടി അവരെ വളർത്തിയ ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത് എന്ന് കാസ ചൂണ്ടിക്കാട്ടി. മുസ്ലിം ലീഗിന് തീവ്രമായ ഈമാനില്ല എന്ന് പറഞ്ഞ് അടർന്നു വന്ന INL, മദനിയുടെ PDP, പോപ്പുലർ ഫ്രണ്ട്, SDPI, ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി എന്നിവരെ ശൈശവ ദശയിൽ പാലൂട്ടി വളർത്തിയതിൽ LDFന് നിർണായക സ്ഥാനമുണ്ട്. കേരളത്തെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കാനുള്ള ശ്രമം തുറന്നു കാണിച്ച VS അച്യുതാനന്ദനെ തോൽപ്പിച്ചും മൂലക്കിരുത്തിയുമാണ് സംഘടിത വോട്ട് ബാങ്കിന്റെ സാമ്പത്തിക സംഭാവനകൾ ലഭിച്ചവർ പാർട്ടിയിൽ പ്രതികരിച്ചത്. സ്കൂളിലെ ഹിജാബ് വിഷയം മതധ്രുവീകരണത്തിന് ഉപയോഗിച്ചത് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ല എന്നറിയുക. നിയമത്തെ SDPI വോട്ട് ഉറപ്പിക്കാനുള്ള ശിവൻകുട്ടിയുടെ ദീർഘവീക്ഷണമാണെന്ന് ഓർമ്മിക്കണമെന്ന് കാസ പ്രസ്താവനയിൽ പറയുന്നു. കോൺഗ്രസിനെ പോലെ ഇടതുപക്ഷവും മുസ്ലിം വോട്ട് ബാങ്കിന്റെ അടിമത്തം പേർന്നു. ക്രിസ്ത്യൻ പെൺകുട്ടികൾ ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദുകൾക്ക് ഇരയാവുന്നു എന്ന് പറഞ്ഞ ബിഷപ്പിനെതിരെ കേസെടുക്കുകയും വൈദികർക്കെതിരെയും ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെയും ജിഹാദി ഗ്രൂപ്പുകൾ നടത്തുന്ന ആക്രമണങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയോ രക്ഷപ്പെടാൻ കഴിയുന്ന തരത്തിൽ ദുർബല വകുപ്പുകൾ ഇട്ട് രക്ഷിക്കുകയോ ചെയ്യുന്നു. പ്രതീക്ഷ അതുകൊണ്ട് തന്നെ NDA മാത്രം. കേരളത്തിൽ ക്രൈസ്തവർക്ക് പ്രതീക്ഷ വയ്ക്കാവുന്ന ഏക രാഷ്ട്രീയ മുന്നണിയാണ് NDA. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ പ്രശ്നത്തിൽ ഒപ്പം നിന്ന ഏക മുന്നണി NDA ആയിരുന്നു. കന്യാസ്ത്രീകളുടെ മോചനത്തിലെ കേരളത്തിലെ BJP നേതാക്കൾ ഛത്തീസ്ഗഡിലെ സർക്കാരിൽ നടത്തിയ സ്വാധീനം തള്ളിക്കളയാൻ കഴിയാത്തതാണ്. വഖഫ് അമെൻമെന്റ് ബിൽ മുനമ്പം ഉൾപ്പെടെ 1 ലക്ഷം അധിനിവേശങ്ങൾക്കാണ് തടയിട്ടത്. ഒപ്പം കോൺഗ്രസിന്റെ ഭരണകാലത്ത് കൈയടക്കിയ 90% ഭൂമിയും യഥാർത്ഥ ഉടമയിലേക്ക് തിരിച്ചു വരാൻ ഇടയാക്കിയിട്ടുണ്ട്. വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളെയും ഗോവയിലെയും ക്രൈസ്തവർ NDAയ്ക്കൊപ്പമാണ്. കേരളത്തിൽ ക്രൈസ്തവരോട് സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിക്കുകയും BJPയിൽ സ്ഥാനമാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസ നിലവാരം, സാമ്പത്തിക ഭദ്രത, ആരോഗ്യ സംരക്ഷണം, രാജ്യത്തിന്റെ പരമാധികാരം, വിദേശ നയത്തിലെ സ്വതന്ത്ര നിലപാട്, തീവ്രവാദ വിരുദ്ധ നിലപാട്, ആഭ്യന്തര സുരക്ഷ എന്നീ മേഖലയിൽ ക്രൈസ്തവർക്ക് NDAയുമായി സഹകരിക്കാൻ സാധിക്കുകയുള്ളൂ. കേന്ദ്ര സർക്കാരുമായുള്ള തുറന്ന ചർച്ചകളല്ലാതെ ഇന്ത്യ മുന്നണിയുടെ നാടകങ്ങളിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നും കാസ പറയുന്നു. ക്രൈസ്തവ ഭൂരിപക്ഷമായിരുന്ന പല പശ്ചിമേഷ്യൻ രാജ്യങ്ങളും പല യൂറോപ്യൻ രാജ്യങ്ങളും വിനാശകരമായ പടുകുഴിയിൽ വീണുപോയത് ഇടതുപക്ഷ സ്വാധീനവും ഇസ്ലാമിക സ്വാധീനവും കൊണ്ടാണ്. അതുപോലെ അതേ പടുകുഴിയിൽ വീഴാൻ കേരളവും മെല്ലെ മെല്ലെ വഴുതി വീഴുന്നത് തടയാൻ ക്രൈസ്തവർക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് കാസയുടെ കുറിപ്പിലൂടെ അവർ വിശദമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇലക്ഷന് ഇനി 2 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത്തരത്തിൽ ഒരു കുറിപ്പ് പുറത്തിറക്കിയതിലൂടെ കാസ ക്രൈസ്തവ സഭയ്ക്കുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാസ്.